ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയായിട്ടും മീനൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മീൻകാരി ചേച്ചി ഈ 2 മീൻ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞത് നെമ്മീൻ്റെ അതേ രുചിയുള്ള മീനാണ്, നെമ്മീൻ്റെ കുഞ്ഞമ്മേരെ മോനാണ് എന്ന് പറഞ്ഞൊക്കെ തന്ന മീനാണ്. ഇത് പേരോ കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ എന്തായാലും അത് തന്നെ വാങ്ങി. നെമ്മീൻ്റെ കുഞ്ഞമ്മേരെ മോനായതുകൊണ്ട് തന്നെ നെമ്മീൻ്റെ 4 വില പോലും ആയില്ല. അങ്ങനെ നമ്മളെന്തായാലും ആ മീനെല്ലാം കണ്ടിച്ച് വൃത്തിയാക്കിയതാ, കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. അതിൽ നിന്ന് കുറച്ച് പീസ് എന്തായാലും വട്ടമട്ടി പൊരിക്കാനെന്നും പറഞ്ഞ് അങ്ങനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മീൻ കട്ടിയപ്പോൾ തന്നെ 2 മീനിൻ്റെ ഉള്ളിൽ നിന്നും നല്ല മീൻമുട്ട കിട്ടിയായിരുന്നു. അപ്പോൾ അതും കൂടെ പൊരിക്കാനായിട്ട് എടുത്ത്, അപ്പോൾ മീൻ പൊരിക്കാനുള്ള മസാലകളൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി എന്തായാലും കുറച്ച് സമയം അങ്ങനെ ഇരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് പൊരിച്ച് നോക്കാം. എന്തായാലും തിന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. ഈ മീനിൻ്റെ പേരറിയാവുന്നവർ എന്തായാലും ഒന്ന് പറഞ്ഞു തരണേ. അങ്ങനെ നമ്മളത് പൊരിക്കാനുള്ള പാത്രമൊക്കെ അടുപ്പിൽ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ ചൂടായി വരികയാണ്. അപ്പോൾ ഇനി മസാലയൊക്കെ തേച്ച് വെച്ചേക്കുന്ന പീസുകൾ നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് ഇടാം. എന്താ എല്ലാം നല്ല രീതിയിൽ പിടിച്ചിരിക്കുകയാണ്. ഇത് പിന്നെ പ്രത്യേകിച്ച് മസാല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയണ്ടല്ലോ. കാരണം മീൻ പൊരിക്കാൻ കോമൺ ആയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ അഡീഷണൽ ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ പീസുകളെല്ലാം പറക്കിയത് അതിലേക്ക് ഇട്ട് അതിനിപ്പം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് നമുക്ക് അതൊരു എന്തായാലും വെയിറ്റ് ചെയ്യാം. മീൻ പീസുകളെല്ലാം പറക്കിയിട്ടോ മീൻ മുട്ട ഇടാൻ സ്ഥലമില്ലായിരുന്നു അതിൽ. അപ്പോൾ ഞാൻ കരുതി എന്തായാലും അതിന് മേളിൽ തന്നെ ഇരിക്കട്ടെ, അപ്പോൾ അത്രയും ചൂട് കൊണ്ട് വെന്ത് വരുമല്ലോ. അങ്ങനെ മീൻ മുട്ട കൊണ്ട് ഞാൻ അതിന് മുകളിലേക്ക് തന്നെ പറക്കിയിട്ടായിരുന്നു. അങ്ങനെ നമ്മുടെ നെമ്മീൻ്റെ കുഞ്ഞമ്മേരെ മോൻ ഫ്രൈ ഇതാ കിടക്കുന്നു. അപ്പോൾ നല്ല അടിപൊളി 2 മീൻ മുട്ട അതിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഈ മീൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്. ടേസ്റ്റ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. പിന്നെ ഉച്ച സമയമായതുകൊണ്ട് തന്നെ ചോറും കാര്യങ്ങളൊക്കെ എടുത്ത് അപ്പോൾ സൈഡായിട്ട് മീൻ മുട്ടയും മീൻ പൊരിച്ചതും എല്ലാം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും കഴിച്ചു നോക്കുക. നിങ്ങളാരെങ്കിലും ഈ മീൻ വാങ്ങിയിട്ടുണ്ടോ? എനിക്ക് എന്തായാലും ടേസ്റ്റ് അറിയത്തില്ല, എന്തായാലും കഴിച്ചു നോക്കിയിട്ട് പറയാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ടേക്ക് കെയർ, ബൈ.